വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കണ്ടന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ചരിത്രം. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളുടെ പരിസമാപ്തി എങ്ങനെയായി എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ്. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുഅ്മിനീൻ എന്ന് നമുക്ക് വല്ലാണ്ട് കാണാൻ കഴിയില്ല. വിശ്വാസികളുടെ പരിസമാപ്തി എങ്ങനെയായി എന്ന് നിങ്ങൾ പരിശോധിക്കുകയും എന്ന് പറയുന്നതായി നമുക്ക് വളരെ കുറച്ചേ കാണാൻ കഴിയും. കാണാൻ തന്നെ. പക്ഷെ ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളുടെ പരിസമാപ്തി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രം വായിച്ച് പഠിച്ച് മനസ്സിലാക്കൂ എന്നത്. ആ ചരിത്രത്തിന് ഏറ്റവും ആധികാരികമായ ചരിത്രം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഐതിഹാസികമായ ചരിത്രം, രണ്ടു വശങ്ങളുള്ള ഐതിഹാസികമായ ചരിത്രം എന്ന് പറയുന്നത് മൂസ ഫിർഔൻ ചരിത്രമാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയതൻ ലിന്നാസ് എന്ന് ഫിർഔൻ മുങ്ങി മരിക്കുമ്പോൾ ഫിർഔനോട് പറയുന്നത് അൽ യൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കും, ലിതകൂന ലിമൻ ഖൽഫക ആയതൻ ലിന്നാസ്, നിനക്ക് ശേഷമുള്ളവർക്ക് ദൃഷ്ടാന്തമാകുവാൻ വേണ്ടി. കാരണം നീ പറഞ്ഞ അത്രയും വലിയ വാക്കുകളും നീ ചെയ്ത അത്രയും അക്രമങ്ങളും നീ പ്രകടിപ്പിച്ച അത്രയും ധിക്കാരവും അഹങ്കാരവും ധാർഷ്ട്യവും ഒരുപക്ഷെ അതിന് മുമ്പും ശേഷവും ശേഷവും ആരും മുമ്പ് ഒരുപക്ഷെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുകയും. അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയും ധാർഷ്ട്യം നിറഞ്ഞ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്. ഫജഅൽനി സറഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ അസ്സമാവാതി ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ യാ ഹാമാൻ ഉബ്നി ലി സർഹാ, ഹാമാനേ എനിക്ക് വേണ്ടി വലിയൊരു ഗോപുരം പണിയൂ. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ അസ്സമാവാതി വൽ അർദ് ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ. മൂസ പറയുന്നുണ്ടല്ലോ ഒരു ഇലാഹിനെ പറ്റി, ഈ പ്രപഞ്ചത്തിന്റെ കാരണങ്ങളുടെ സർവ്വ കാരണങ്ങളുടെയും കാരണഭൂതനായ അസ്ബാബ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ കാരണക്കാരനെന്ന് മൂസ പറയുന്ന ആ ഇലാഹുണ്ടോ, ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, ആ മൂസ ഉണ്ടോ എന്ന് ഞാൻ അത്യുന്നതമായ ഗോപുരത്തിൽ കയറിയുന്നുകൊണ്ട് ഞാനൊന്ന് നാനാഭാഗത്തേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫിർഔൻ. ആ ഫിർഔന്റെ ശരീരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അതാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ഒന്ന് സൂക്ഷിക്കുന്നുണ്ട് ഈജിപ്തിൽ, ഒരു ഉറപ്പുമില്ല. എന്തുമാകട്ടെ, അതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ആ ജഡം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. ലിതകൂന ലിമൻ ഖൽഫക ആയതൻ ലിന്നാസ് എന്നാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ വന്നത് ഇസ്രായേൽ സമുദായത്തിലാണ്. ആ പ്രവാചകൻ ജനിക്കുന്നത് ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഈ രാജാവ് ഉത്തരവ് പുറപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഖത്ലൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലാഹുവിന്റെ അപാരമായ ഹിക്മത്ത്. മക്കറൂ മക്റൻ വമക്കർനാ മക്റൻ, അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു, ഞങ്ങളും തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ ഏറ്റവും യോഗ്യൻ അല്ലാഹുവാണ്. ആ മൂസാ നബി അലൈഹിസ്സലാമെ, അന്ന് ജനിച്ച ഫിർഔന്റെ അന്തകനായ മൂസാ നബി അലൈഹിസ്സലാമയെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഫിർഔൻ കൊന്നുകളയുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. നീ അവനെ കൊണ്ടുപോയി ഈ നൈൽ നദിയിൽ ഒഴുക്കൂ. വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ. വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടേണ്ടത്, ദുഃഖിക്കേണ്ടതില്ല. ഇന്നി റാദ്ദൂഹു ഇലൈകി, നിന്നിലേക്ക് തന്നെ അവനെ ഞാൻ മടക്കി കൊണ്ടുവരും. പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുന്ന ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഫിർഔൻ കൊന്നുകളയുമോ എന്ന് ഭയന്നുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നദിയിൽ ഒഴുക്കുന്ന ആ പുത്രനെ നിന്റെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നെത്തിക്കും. ഏത് രൂപത്തിൽ? അതേ രാജകൊട്ടാരം വഴി. ആലോചിച്ചു അല്ലാഹുവിന്റെ അപാരമായി കഴിയുന്നത്. ആലോചിച്ചു നമുക്കൊക്കെ അല്ലാഹുവിന്റെ ഈ തന്ത്രത്തിലുള്ള വിശ്വാസം, കരുത്തു വർദ്ധിക്കുന്ന
എപ്പിസോഡാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഹറം 10 നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യുന്നത്. അങ്ങനെ ഫറോവയുടെ ഭാര്യ ആ കുഞ്ഞിനെ എടുക്കുകയാണ്. ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുകൊണ്ട് വളർത്തുന്നു. കൊന്നുകളയണ്ട, ലാ തഖ്തുൽ, കൊന്നുകളയണ്ട എന്ന് ഈ ഫറോവയോട് ആവശ്യപ്പെടുന്നു. കാരണം ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന കാലഘട്ടമാണ്. ഭാര്യയാണ് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ അതിനെ കൊന്നുകളയണ്ട, നമുക്ക് വേണമെങ്കിൽ ദത്തെടുക്കാം. അങ്ങനെ രാജകൊട്ടാരത്തിൽ, ഫറോവയുടെ രാജകൊട്ടാരത്തിൽ മൂസാ നബിയെ വളർത്തിയ അല്ലാഹു. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രസിദ്ധമായ പേർഷ്യൻ കവിയുണ്ട്, പേർഷ്യൻ കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നുണ്ട്, ഹംദ് ബേഹദ് മർഹുദായെ പാക്കിറ ആൻകെ ഈമാൻ ദാദ് മുഷ്തെ ഹാക്കിറ എന്ന് തുടങ്ങിക്കൊണ്ട് ഹംദ് ബേഹദ് മർഹുദായെ പാക്കിറ, ഒരു മുഷ്ടി മണലിന് ജീവൻ നൽകി ആദമിനെ രക്ഷിച്ച അല്ലാഹു ഉണ്ടല്ലോ, നൂഹിന് കപ്പലുണ്ടാക്കി കൊടുത്ത അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവാണ് ഫിർഔന്റെ അന്തകനായ മൂസയെ ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർത്തിയ അല്ലാഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുട്ടി പാല് കുടിക്കുന്നില്ല. ഹറംനാ അലൈഹിൽ മറാദിഅ, കുട്ടിക്ക് പാല് കൊടുക്കണം. ഹറംനാ അലൈഹിൽ മറാദിഅ, മുഴുവൻ ഉമ്മമാരുടെയും മുലപ്പാൽ ആ കുട്ടിക്ക് നമ്മൾ ഹറാമാക്കി. ഓരോരുത്തരെയും വിളിച്ച് പാല് കൊടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഉമ്മയാണെങ്കിൽ ദുഃഖത്തിലിരിക്കുകയാണ്. ഖുർആൻ തന്നെ പറയുന്നു, ഉമ്മ അതീവ ദുഃഖിതയായിരിക്കുന്നത്, എന്റെ കുഞ്ഞാണ് എന്ന് പോയി പറഞ്ഞാലോ, പറഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ, കൊന്നുകളയുമോ എന്ന് ആശങ്കയിൽ പറയാതെ സ്വന്തം സഹോദരിയെ മകളെ പറഞ്ഞയച്ചു. നീ പോയി പറയുക, എനിക്കറിയാം ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധ്യതയുള്ള, കുടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ പോയി പറയുകയും അങ്ങനെ ആ കുഞ്ഞിനെ തിരിച്ച ഉമ്മയുടെ അടുക്കൽ എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തി. ഇനി ആ കുഞ്ഞിനെ കൊല്ലാൻ ഫറോവയ്ക്ക് കഴിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവൻ അല്ലാഹു രക്ഷിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതെന്തൊരു വിചിത്രമായ മുഅ്ജിസത്താണ്, എന്നൊരു വിചിത്രമായ അല്ലാഹുവിന്റെ ആസൂത്രണമാണ്. ഇതാണ് അല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അങ്ങനെ ആ മൂസാ നബി അലൈഹി ഇസ്ലാമയെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും വീട്ടിൽ പ്രസവിച്ചു വീണ് അവിടെ നിന്നും കടലിൽ നദിയിൽ ഒഴുക്കി അവിടെ നിന്നും ഫറോവയുടെ രാജകൊട്ടാരത്തിൽ എത്തിച്ച് അവിടെ നിന്നും പൂർണ്ണമായ രാജകീയ സംരക്ഷണത്തോടുകൂടി ആ മൂസാ നബി അലൈഹി ഇസ്ലാമെ നാളെ ഏത് മൂസയുടെ പേരിലാണോ ഈ ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ പോകുന്ന, നാളെ തന്നെ വെല്ലുവിളിക്കാൻ പോകുന്ന മൂസയെ സ്വന്തം കൊട്ടാരത്തിൽ സംരക്ഷിച്ച് ആ മാതാവിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയത് അല്ലാഹുവാണ്. അൽഹംദുലില്ലാ, അവനാണ് അല്ലാഹു അക്ബർ, അവനാണ് അല്ലാഹു. അതാണ് അല്ലാഹുവിന്റെ കഴിവ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി മറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ യഹൂദർ, യാക്കൂബ് നബിയുടെ 12 മക്കൾ, യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവദാസൻ അബ്ദുള്ള എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. യഹൂദരുടെ ചരിത്രത്തിൽ തുടക്കം എന്താണ്? ഈ 12 ആളുകളിൽ 12ാമനായ യൂസഫ്, 11ാമനായ യൂസഫ്, ആ യൂസഫിനോട് പിതാവിന് കൂടുതൽ സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പിതാവിൽ നിന്നും ആ കുട്ടിയെ തങ്ങൾ പോകുന്ന വഴിയിലേക്ക്, വേട്ടയാടാൻ പോകുന്ന വഴിയിലേക്ക് ആ കുട്ടിയെ തന്നുവിടണം, കൊടുത്തുവിടാറുണ്ടായിരുന്നില്ല. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വഞ്ചിച്ച് പിതാവിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോയി കൊന്നുകളയാൻ തീരുമാനിച്ചവരാണ് ഈ 11 പേർ. കൊന്നുകളയാൻ തീരുമാനിച്ചവർ. അവരുടെ ചരിത്രം അങ്ങനെയാണ്. യഹൂദരുടെ ചരിത്രം എന്ന് പറയുന്നത് ശത്രുവിനെ കൊന്നുകൊണ്ട് മാത്രമല്ല, സ്വന്തം സഹോദരനെ കൊന്നുകൊണ്ട് തുടങ്ങിയ ചരിത്രമാണ് ലോകത്തെ യഹൂദരുടെ ചരിത്രം. സ്വന്തം സഹോദരനെ കൊല്ല. അതുകൊണ്ട് അതിൽപ്പെട്ട വിധത്തിലാണ് പറഞ്ഞത്, കൊല്ലണ്ട, അവന് നമുക്ക് ഏതെങ്കിലും കെട്ടിട്ടുകളെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടത്. അല്പം കാരുണ്യമുള്ള ഒരു വ്യക്തി. അങ്ങനെയാണ് ആ വ്യക്തിയെ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പേർഷ്യൻ കവി പറയുന്നത്, ആ കിണറ്റിൽ നിന്നും ഈജിപ്തിന്റെ സിംഹാസനത്തിൽ എത്തിച്ചവനാണ് അല്ലാഹു. കിണറ്റിന്റെ ആഴങ്ങളിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുപോയി ഈജിപ്തിന്റെ സിംഹാസനത്തിൽ എത്തിച്ചവനാണ് അല്ലാഹു. ആ ഈജിപ്തിന്റെ സിംഹാസനത്തിൽ പിന്നീട് അമർന്നിരുന്ന ഫറോവയുടെ അന്തകനെ ആ കുടുംബത്തിൽ തന്നെ സംരക്ഷിച്ചവനാണ് അല്ലാഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് യഹൂദരുടെ ചരിത്രം. ഇതാണ് യഹൂദരുടെ ചരിത്രം. അതേ മൂസാ നബി അലൈഹി ഇസ്ലാം വളർന്നു വന്ന് യഹൂദരുടെ വിമോചനത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യഹൂദനും കിബുത്തിയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം കിബുത്തിക്ക് ഒരു ഇടി കൊടുക്കുന്നു. കിബുത്തി മരിച്ചുപോയി. രാജ്യം മുഴുവൻ കിബുത്തിയെ കൊന്നതാരെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാജ്യത്ത് ഭയങ്കരമായ യക്ഷിവേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിക്ക് വേണ്ടിയുള്ള വേട്ട. ഒരു കിബിത്തിയാണ് കൊന്നിരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒറ്റിക്കൊടുക്കുമോ എന്ന് പിറ്റേ ദിവസം വീണ്ടും മാർക്കറ്റിൽ ചെന്നപ്പോൾ അതേ യഹൂദൻ മറ്റൊരു കിബിത്തിയുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന രംഗം കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, തന്റെ എല്ലാവിധ വംശീയമായ പ്രതിബദ്ധതയും ബന്ധവും മാറ്റിവെച്ചുകൊണ്ട്, അത്തൽത്തനി, നീയാണ് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ, നീയാണ് ഈ ധിക്കാരിയായ മനുഷ്യൻ. ഉടനെ ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തെ മർദ്ദിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം എടുത്തപ്പോൾ, ഇന്നലെ ഒരു മനുഷ്യനെ കൊന്നതുമാതിരി ഇന്ന് നീ എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന ആ വഞ്ചന, ആ രഹസ്യം വിളിച്ചു പറഞ്ഞു. ആലോചിച്ച് നോക്കുക യഹൂദന്റെ ചരിത്രം. സ്വന്തം സഹോദരനെ കിണറ്റിൽ തള്ളിയവൻ, സ്വന്തം വിമോചകനെ ഒറ്റുകൊടുത്തവൻ. ആലോചിച്ച് നോക്കണ്ട, ഇതാണ് ഇവരുടെ ചരിത്രത്തിന്റെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പഠിക്കൂ. മുഹറം 10 നിങ്ങളെ മറക്കാൻ പാടില്ല. ഇത് വിമോചനത്തിന് മാത്രം ദിവസമല്ല, ഇത് വഞ്ചകന്മാരെ തുറന്നു കാണിക്കുന്ന ദിവസവും കൂടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ചവർ ജനതയാണ്. മക്കന്നാവും മാലമിനും മക്കല്ലവും എത്രയോ പ്രാവശ്യം പറഞ്ഞ് എണ്ണി പറയേണ്ട കാര്യം. ഏറ്റവും അത്ഭുതകരമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ സൂചിപ്പിച്ച സമുദ്രം പിളർന്ന് അവരെ രക്ഷപ്പെടുത്തി അക്കരെ കൊണ്ടുപോയി ഫിറഔനെ മുക്കിക്കൊന്ന അത്ഭുതകരമായ കാര്യം. മൂസാ നബിക്ക് അല്ലാഹു തആല നൽകിയ വടി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ അത് ഭയങ്കരമായ പ്രകാശത്തിൽ ചുടിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ വടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്ത മദീനയിലേക്ക്. ഒറ്റുകൊടുത്തപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയെ പിടിക്കുവാൻ വേണ്ടി സൈന്യം കറങ്ങി നടക്കുന്ന അദ്ദേഹം മദീനയിലേക്ക് പോവുകയാണ്. മദീന സൗദി അറേബ്യയിലെ തായിഫ് അല്ല, അവിടുത്തെ തബൂക്ക് പ്രദേശത്തുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ പോയിട്ടുള്ളവർക്കറിയാം. മദായിൻ സാലിഹ് ഒരു വലിയ കാഴ്ച പ്രദേശമാണ്. 400-500 കിലോമീറ്റർ ദൂരമുണ്ട് ഈജിപ്തിൽ നിന്നും ഈ മദീനയിലേക്ക്. 500 കിലോമീറ്റർ ദൂരം അദ്ദേഹം ജീവനും കൊണ്ട് ഓടി എന്ന് പറഞ്ഞാൽ, ഇന്ന് 500 കിലോമീറ്റർ ഓടാൻ നിങ്ങൾ എന്തൊരു ഭയമായിരിക്കും അദ്ദേഹത്തിന്. ഒരു കാരണവശാലും ഫറോവയുടെ പിടിയിൽ പെടാത്ത ഒരു പ്രദേശത്തേക്ക് പോകണം. അവിടെയാണ് മഹാനായ യോശുവ എന്ന ക്രിസ്ത്യാനി യൂശ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് കഥകൾ പറഞ്ഞെടുക്കുന്ന സമയമില്ല. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വെള്ളം കൊടുത്തതും ആ പെൺകുട്ടി വന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയതും അദ്ദേഹത്തെ സംരക്ഷിച്ചതും ആ മദിയൻ എന്ന് പറയുന്ന അത്രയും ദൂരമുള്ള പ്രദേശത്താണ്. അദ്ദേഹം തന്നെയാണോ ഇതിനു മുമ്പ് നേരത്തെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ആ അത്ഭുതങ്ങൾ ദൃശ്യമായ സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ, ഹിർ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനുമായി പുറകെ പോകുന്ന വ്യക്തിയാണ് ഈ യുവാവ്. ഇദ്ദേഹം യൂശ നബി അലൈഹി സ്വലാമിന്റെ അനുയായിയായ മറ്റൊരു വ്യക്തിയായിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. ആ യുവാവ് തന്നെയാണോ ഈ യുവാവ്, സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന യുവാവ്? അത് ചരിത്രമോട് നിൽക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ സമയം അനുവദിക്കില്ല. അങ്ങനെ രക്ഷപ്പെട്ടു പോകേണ്ടി വന്ന മൂസാ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അപാരമായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കവിഞ്ഞ് അക്കരെ ചെന്നതിന് ശേഷം ഒരു പശുക്കുട്ടിയെ പൂജിക്കുക, ഇത് അമ്പു സൂചിപ്പിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തുമായി തിരിച്ചു വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് എഴുതി വെച്ച ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ, നിങ്ങൾ യുദ്ധം ചെയ്യൂ, അല്ലാഹു നിങ്ങളെ സഹായിക്കും. ആരാണ് പറയുന്ന? 2 പ്രവാചകന്മാർ, മൂസായും ഹാറൂനും. ഏത് പ്രവാചകൻ? ഈ പാമ്പ് വടി പാമ്പാക്കിയ പ്രവാചകൻ. ഏത് പ്രവാചകൻ? സമുദ്രം പിളർന്ന് ഫറോവയെ മുക്കിക്കൊന്നവഹും യൻമുറൂൻ അവർ കണ്ടുകൊണ്ടിരുന്ന പ്രവാചകൻ. അവർ 2 പേരും പറഞ്ഞിട്ട് പോലും ഇവർ പോരാടാൻ തയ്യാറായില്ല. ഇതാണ് നമ്മുടെ ഗുണപാഠം. മെയിനായി മനുഷ്യരാശി പഠിക്കേണ്ട, ലോകത്തെ മുസ്ലിങ്ങൾ പഠിക്കേണ്ട ഗുണപാഠം ഇതാണ്. എത്ര കണ്ട് അമൂജിസത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിച്ചാലും നിങ്ങൾ നിങ്ങളുടേതായ പാർട്ട് നിർവഹിക്കാതെ, നിങ്ങളുടെ ഒരു പങ്ക് അതിലേക്കിടാതെ, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ മാംസം, നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിധം അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഫറോവയെ മുക്കിക്കൊന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്കില്ല. അല്ലാഹു തആല ശത്രുവിനെ മുക്കിക്കൊല്ലും. മിത്രത്തിന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ത്യാഗം അനുഷ്ഠിച്ചേ പറ്റൂ, നിങ്ങൾ യുദ്ധം ചെയ്തേ പറ്റൂ, ജീവൻ ബലിയർപ്പിച്ചേ പറ്റൂ.
രക്തസാക്ഷിത്വം വരിച്ചേ പറ്റൂ. ഇത് ചരിത്രം നൽകുന്ന, മുഹറം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഇത് നീ റബ്ബും യുദ്ധം ചെയ്തു. നബിയാ ഖൗമൻ ജബ്ബാരീൻ, അവിടെ ഭയങ്കരന്മാരാണ്, ഭയങ്കര ഭീകരന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബിലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ, എനിക്ക് എന്റെയും ഹാറൂന്റെയും ഉത്തരവാദിത്വമല്ലാതെ മുഴുവൻ ജൂതന്മാരെയും മൂസാ നബി അലൈഹി സ്വലാം തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് ചരിത്രത്തിൽ ഏറ്റവും അധികം ജൂതന്മാർ ആധുനിക കാലഘട്ടത്തിൽ തള്ളിപ്പറയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ സന്ദർഭം പങ്കുവെക്കുകയാണ്. തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് 1,00,000-ഓളം മനുഷ്യജീവൻ ബലിയർപ്പിക്കപ്പെട്ടെങ്കിലും UN കമ്മീഷൻ പറയുന്നത് മാതിരി 20,000-ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, 44,000-ഓളം കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റു. എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ തൂഫാനുൽ അഖ്സ അഴിച്ചുവിട്ട ഭീകരമായ ആ ആക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഏറ്റവും അവസാനത്തെ ന്യൂയോർക്കിൽ നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മംദാനിയുടെ സ്ഥാനാർത്ഥികൾ അതിശക്തമായി ഇസ്രയേലിനെ എതിർക്കുന്ന, ഇസ്രയേലുമായി ഒരു സൈനിക സഹായം പാടില്ല എന്ന് പറയുന്ന, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് കൗൺസിലിൽ പോയാൽ ഫലസ്തീന് വേണ്ടി നിലയുറപ്പിക്കുന്ന ജൂതനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മംദാനി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇസ്രയേൽ അനുകൂല ആളുകളുടെ മുഴുവൻ ആളുകളെയും തോൽപ്പിച്ചുകൊണ്ട് ഫലസ്തീൻ അനുകൂലങ്ങളായ മംദാനി പക്ഷം ന്യൂയോർക്ക് തരംഗമായി നടന്ന ഇലക്ഷനാണ് നടന്നത്. ലോകം മുഴുവൻ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പഴയ വൃദ്ധ കിഴവന്മാർ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ. ചെറുപ്പക്കാരിൽ വലിയ ഒരു വിഭാഗം കടുത്ത ഇസ്രായേൽ വിരുദ്ധരായി ചരിത്രത്തിൽ ആദ്യമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പോരാട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അവർ തയ്യാറായില്ല. എന്നിട്ടും അവരോട് പറഞ്ഞു, 40 വർഷം നിങ്ങൾ ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിയും. ആ അലഞ്ഞു തിരിയുമെന്ന് പറഞ്ഞിട്ട് പോലും അല്ലാഹു തആല അത്യുജ്വലമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താഴെ ഒരു ചെറുമേൽക്കൂര പോലുമില്ലാത്ത 16 ലക്ഷത്തോളം വരുന്ന യഹൂദർക്ക് മേഘങ്ങളെ അല്ലാഹു തആല കൊടയായി പിടിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മേഘങ്ങളെ കൊടയായി മേൽക്കൂരയാക്കി മാറ്റി അല്ലാഹു. മന്നായും സൽവായും എന്ന് നമ്മളൊക്കെ ഇന്ന് ഒരു ക്ലീശയായി പറയുന്ന ആ മന്നായും സൽവാ പക്ഷിയും മന്നായ പക്ഷം ആകാശത്തുനിന്ന് ഇറക്കിക്കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല. റസൂലിന് കിട്ടിയിട്ടില്ല, ബദ്രിൽ കിട്ടിയിട്ടില്ല, ഉഹദിൽ കിട്ടിയിട്ടില്ല, ഖന്തക്കിൽ കിട്ടിയിട്ടില്ല, ഹുനൈനിൽ കിട്ടിയിട്ടില്ല, ഈസാ നബിക്ക് കിട്ടിയില്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കുക. വെള്ളമില്ലാതെ വന്നപ്പോൾ അടിക്കുക, നിങ്ങൾ അടിക്കുക പറയും. 12 ആ പാറ പിളർന്നു. എന്തുകൊണ്ട്? 12 ഗോത്രങ്ങൾ നമ്മുടെ വൈരം അപ്പോഴും അവരുടെ ഇടയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തമ്മിലടിക്കണ്ട. കുടിവെള്ളത്തിന് വേണ്ടി പോലും തമ്മിലടിക്കണ്ട. ഹിറ്റ്ലർ പിടിച്ചുകൊണ്ടുപോകുന്ന ബസ്സിൽ സീറ്റിന് വേണ്ടി തമ്മിലടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഹിറ്റ്ലർ കൊണ്ടുപോയ ജൂതന്മാർ നല്ല സീറ്റിന് വേണ്ടി ആ ബസ്സിലിരുന്ന് പോലും പരസ്പരം തമ്മിലടിച്ചു. കൊണ്ടുപോകുന്നു കൊല്ലാനാണ്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ പോലും കുടിവെള്ളത്തിന് വേണ്ടി അവർ തമ്മിലടിക്കും. അതുകൊണ്ട് അല്ലാഹു തആല 12 അരുവിയിരിക്കട്ടെ എന്ന് പറഞ്ഞു തുറന്നു കൊടുത്തു. ഇതൊക്കെ ആർക്ക് ചെയ്തു കൊടുത്തു? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 40 വർഷത്തിനു ശേഷമാണ് ശമീൽ പ്രവാചകൻ, യൂശയ പ്രവാചകൻ വരുന്നത്. ആ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം പൂർത്തി. 40 സന അവർക്ക് വീണ്ടും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. പക്ഷെ പൂർണ്ണമായും അമാലിക്കുകളെ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. നിരന്തരമായി സംഘർഷമാണ്. അമാലിക്കുകൾ വീണ്ടും ആക്രമിക്കും, തിരിച്ചാക്രമിക്കും. നിരന്തരമായി സംഘർഷവും പീഡനവുമാണ്. അങ്ങനെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് എസെക്കിയേൽ പ്രവാചകൻ വരുന്നത്. അതിന്റെ ഇടയിലാണ് ഇല്യാസ് നബി അലൈഹി സ്വലാം വരുന്നത്. അതിനുശേഷമാണ് ശംവീൽ പ്രവാചകൻ, ശാമൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ശംവീൽ പ്രവാചകൻ വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വരുന്ന BC 1300-ലാണ്. ശംവീൽ പ്രവാചകൻ 1050-ലാണ്. 250 വർഷം അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് 40 വർഷം കഴിഞ്ഞപ്പോൾ പ്രവേശിക്കാൻ കഴിഞ്ഞു. പക്ഷേ പൂർണ്ണമായും അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. 250 വർഷം കഴിഞ്ഞപ്പോൾ ശംവീൽ പ്രവാചകൻ വന്നു. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ അയച്ചു തരണം, ഞങ്ങൾ യുദ്ധം ചെയ്യാം.
അത്രമേൽ പ്രയാസം അവർ സഹിച്ചു, അത്രമേൽ പീഡനം അവർ സഹിച്ചു. അല്ലാഹു ചോദിക്കുന്നു, ആലുവലം നിങ്ങൾക്ക് പ്രവാചകനെ അയച്ചെന്നാൽ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കറിയുമോ? പടച്ചവൻ അറിയാം ജൂതന്റെ സ്വഭാവം, ജൂതന്റെ സ്വഭാവം അല്ലാഹുവിനറിയാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കൊരു പ്രവാചകനെ അയച്ചു വന്നാൽ യോദ്ധാവിനെ അയച്ചു യുദ്ധം ചെയ്യുമോ, അതോ നിങ്ങൾ പിൻവാങ്ങിക്കളയുമോ? അങ്ങനെ താലൂത്തിന് അയച്ചു കൊടുത്തു. താലൂത്തിന് അയച്ചു കൊടുത്തപ്പോൾ താലൂത്തിനെയാണോ അയച്ചു കൊടുക്കുന്നത്? ഇയാളെയാണോ രാജാവായ? 10 പൈസയില്ലാത്ത ഒരു ദരിദ്ര നാരായണനെയാണോ ഈ രാജാവായ? ഞങ്ങളുടെ കയ്യിലല്ലേ പണമൊക്കെ ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അന്നും ഇന്നും പണം ആണ് അവരുടെ പ്രധാനം. ഇന്നും ലോകത്ത് പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐപാക് എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി കോടാനുകോടി ഡോളർ മുടക്കി ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അവരെ എതിർക്കുന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി. എന്നും അവർ പണമാണ്. ലോകമായ യുദ്ധത്തിൽ പലസ്തീൻ അവർ പിടിച്ചു വാങ്ങിയത് അവരുടെ പലിശപ്പണം മുഴുവൻ ബ്രിട്ടൻ നൽകിയിട്ട് യുദ്ധത്തിന് വേണ്ടി ബ്രിട്ടന് നൽകിക്കൊണ്ട് അതിന്റെ പ്രത്യുപകാരമായിട്ട് പിടിച്ചു വാങ്ങിയതാണ്. പലിശപ്പണത്തിന്റെ പ്രത്യുപകാരമാണ് അവരുടെ ഈ ഇസ്രായേൽ രാജ്യം. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. ഇന്നും അവർ ലോകത്താകെ അന്തം വിട്ട് ആകെ പ്രതിസന്ധിയിലായി അവർ നിൽക്കാൻ കാരണം. അന്നും ഒരു വർദ്ധഫലം ഇവത്തെ സാക്കത്തിനാൽ ഞങ്ങൾ പക്ഷേ പണമല്ല മക്കളെ, അറിവും കരുത്തുമാണ് പ്രധാനം. സമ്പത്തല്ല. അയാൾക്ക് യുദ്ധതന്ത്രം അറിയാം, അറിവുണ്ട് അയാൾക്ക്. കരുത്തനാണ്. നിങ്ങളുടെ കയ്യിൽ കുറെ പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇത്രയും കാലം ഈ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? അങ്ങനെ താലൂത്തിന് വെച്ച് എന്നിട്ടും താലൂത്തിനെ അംഗീകരിക്കാൻ ഒരു കൂട്ടാക്കാതെ വന്നപ്പോഴാണ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രേഖയായിരുന്നു താബൂത്ത്, ഒരു വലിയ പേടകം. അതിന്റെ അകത്താണ് അവർക്ക് ദൈവികമായ സമാധാനമുള്ളത്. മൂസായും ഹാറൂനും ഉപേക്ഷിച്ചു പോയ അവരുടെ പൈതൃക സ്വത്തുക്കളൊക്കെ അതിന്റെ അകത്താണ്. അവരുടെ വസ്ത്രവും അവരുടെ തൗറാത്തും ഒക്കെ അതിന്റെ അകത്താണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പേടകം താലൂത്ത് അല്ലാഹുവിനെ എത്തിച്ചു കൊടുത്തു. അതും കൊണ്ട് താലൂത്ത് വരുന്നത് കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് അവരംഗീകരിക്കാൻ കൂട്ടാക്കിയത്. എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിന് പുറപ്പെട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞു, ഒരു പുഴയുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കാത്ത ഷീബു, നിങ്ങൾ വെള്ളം കുടിക്കരുത്. ഫശരിബൂമിനുമില്ല കലീല, ഭൂരിഭാഗം പേരും എന്നിട്ടും വെള്ളം കുടിച്ചില്ല. പറഞ്ഞ ആളുകൾ ഒഴിച്ച് വെള്ളം കുടിച്ചവർ പറഞ്ഞു, ഞങ്ങൾക്ക് താലൂത്തിനും ജുലൂദിനോടും ഏറ്റുമുട്ടാനുള്ള കഴിവില്ല, ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. നിങ്ങൾ വെള്ളം കുടിച്ചു പോയി. നമ്മുടെ നാടൻ പ്രയോഗം അവൻ വെള്ളം കുടിച്ചു എന്നുള്ള പ്രയോഗം. അവസാനത്തെ വാക്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ലാസ്റ്റ് ഈ വരാൻ പോകുന്നതാണ് അതിന്റെ ആത്മാവ്. كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين قال الذين يظنون أنهم ملاقو الله അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നല്ല ദൃഢമായ ബോധ്യമുണ്ടായി എന്ന് പറഞ്ഞു. كم من فئة قليلة غلبت فئة كثيرة بإذن الله ഞങ്ങൾ തയ്യാറാണ്. എത്രയോ ചെറു സംഘങ്ങൾ വലിയ സംഘങ്ങളെ അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി ലോകത്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അന്നും ഇന്നും ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ലോകത്ത് ഫിഅത്തുൻ ഖലീലയായ ഒരു വിഭാഗം ഫിഅത്തുൻ കസീറയെ പരാജയപ്പെടുത്തി ഇളിഭ്യരായി നിൽക്കുന്ന ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മുഹറം അനുസ്മരിക്കുന്നത്. അവർ ജാലൂത്തിനെയും സൈന്യത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ഖാലൂ റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണമേ. വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ കാലുകളെ അടിയുറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടിയ ജാലൂത്തിന്റെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി.
വഖതല ദാവൂദ് ജാലൂത്ത്, ആ സൈന്യത്തിലെ യോദ്ധാവായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. വആതാഹു അല്ലാഹുൽ മുൽക വൽ ഹിക്മ, അങ്ങനെ ദാവൂദ് ജാലൂത്തിനെ കൊന്നു. വആതാഹു അല്ലാഹുൽ മുൽക വൽ ഹിക്മ, ദാവൂദിന് മുൽക്ക് അധികാരവും നൽകി, തത്വജ്ഞാനവും നൽകി. വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു ഇച്ഛിച്ച മറ്റ് പലതും നൽകി. വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ ബഅദഹും ബിബഅദ് എന്ന് പറയുന്നു. വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ ബഅദഹും ബിബഅദ്, ഈ ചെറു സംഘത്തെ കൊണ്ടെങ്കിലും ഈ ജാലൂത്ത് എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരിയെ എതിരിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദ്, ഭൂമി നശിച്ചു പോയേനെ. ഇതാണ് മുഹറത്തിന്റെ പാഠം. മുഹറത്തിന്റെ പാഠം ഇതാണ്. യഹൂദരുടെ വിമോചനത്തിന്റെ പാഠമല്ല മുഹറം. ആ ചെറു സംഘത്തിന്റെ പോരാട്ടത്തിന്റെ വീര്യത്തിന്റെ പാഠമാണ് മുഹറം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെറുതെയല്ല ഈ ദിവസം നമ്മളോട് നോമ്പ് അനുഷ്ഠിക്കാം. ഈ നോമ്പ് സുന്നത്തല്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു ഇത്രയും വൈകാരികമായ സംഭവം നമ്മൾ അനുസ്മരിക്കില്ലായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. യഹൂദരുടെ തനിനിറം മുഴുവൻ ഇതിൽ തുറന്നു കാണിക്കുന്നുണ്ട്. അള്ളാഹു ചെയ്ത അത്ഭുതകരമായ സഹായങ്ങൾ മുഴുവൻ തുറന്നു കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ സമുദായത്തെ പീഡിപ്പിച്ച നമ്രൂദ്, ഹാമാൻ, ഖാറൂൻ, അവരുടെ സ്വഭാവങ്ങൾ മുഴുവൻ ഇതിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ സമുദായത്തിന്റെ ഭയം, ഭീരുക്കളായിരുന്നു അവർ. ഒരു ചെറു സംഘം മാത്രമാണ് ധൈര്യമായി രംഗത്തിറങ്ങിയത്. ഒരു തുള്ളി വെള്ളം ആ സമുദ്രത്തിൽ, ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും ക്ഷമിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. പറഞ്ഞു വിട്ടിട്ട് പോലും ഭൂരിഭാഗം കുടിച്ചു എന്ന് പറയുമ്പോൾ, അള്ളാഹു കൽപ്പിച്ചിട്ട് പോലും ഭൂരിഭാഗം കുടിച്ചു എന്ന് പറയുമ്പോൾ, പിന്നെയാണ് ട്രംപ് കൽപ്പിച്ചാൽ കേൾക്കാൻ പോകുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ചെറു സംഘം ഫിഅത്തുൻ ഖലീല വലബത് ഫിഅത്തൻ കസീറ, ആ ചെറു സംഘം വലിയ സംഘത്തെ ചരിത്രത്തിൽ ഇതും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ആത്മധൈര്യമുള്ള സംഘങ്ങൾ, പോരാട്ടവീര്യമുള്ള സംഘങ്ങൾ, ലോകത്ത് ജീവിക്കണം, അതിജീവിക്കണം എന്ന ആഗ്രഹമുള്ള, ഇച്ഛാശക്തിയുള്ള സംഘങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്ത് എത്ര വലിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടില്ല. സ്വന്തം പങ്ക് നിർവഹിച്ചേ പറ്റും. ഇതിൽ ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പാടപ്പെട്ട് വിലപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം പങ്ക് നിർവഹിച്ചേ പറ്റൂ. നിർവഹിക്കാതെ ഫാസിസത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു ത്യാഗവും അനുഷ്ഠിക്കാതെ ഫാസിസത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു നഷ്ടവും സഹിക്കാതെ ഫാസിസത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വർത്തമാനകാല ലോകത്ത് ഫലസ്തീനികൾ എത്ര വലിയ നഷ്ടം സഹിച്ചാണ് ഇന്ന് ലോകത്തെ ഇസ്രായേലിനെ ഈ പരുവത്തിലാക്കിയത്. അതുകൊണ്ടാണ് അവരുടെ ആ 1,00,000 ജീവൻ നഷ്ടപ്പെട്ടത് ഒരു പ്രശ്നമേയല്ല. ആ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിത്വം വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോകത്തിന്റെ വിമോചനത്തിന്. ലോക സാമ്രാജ്യത്വത്തിന്റെയും സൈനികത്തിന്റെയും തകർച്ചയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആ 6 മാസം പ്രായമുള്ള 1000-ലേറെ കുഞ്ഞുങ്ങളെ കൊന്നാണ്. 6 മാസം പ്രായമുള്ള 1000-ലേറെ കുഞ്ഞുങ്ങൾ, 5 വയസ്സ് പ്രായമുള്ള 4000-ഓളം കുഞ്ഞുങ്ങൾ. നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കുഞ്ഞുങ്ങളെ കൊന്ന ഫിറഔനിൽ നിന്നും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന നെതന്യാഹു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹറം 10 എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ വലിയ ഒരേട്. ആ ഏടിന്റെ 2 വശമാണ്. അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കിട്ടിയിട്ടും അവർ രക്ഷപ്പെട്ടില്ല. അവസാനം അവർ പൊരുതേണ്ടി വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പൊരുതുക, പിടിച്ചു നിൽക്കുക, റെസിസ്റ്റൻസ് നിങ്ങൾ ചെറുക്കുക, സാക്രിഫൈസ് നിങ്ങൾ ത്യാഗം ചെയ്യുക, ഷഹാദ നിങ്ങൾ അൽ മുഖാവമ വത്തൽഹിയ വശഹാദ, അൽ മുഖാവമ വത്തൽഹിയ വശഹാദ. മുഖാവമ റെസിസ്റ്റൻസ് ചെറുക്കുക, തൽഹിയ സാക്രിഫൈസ് ത്യാഗം ചെയ്യുക, മാർട്ടിയർദം ഷഹാദ രക്തസാക്ഷിത്വം വരിക്കുക. ഈ ഒരു ഗൗരവതരമായ പാഠമാണ് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്താളെ പ്രതീക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.